നമസ്കാരം. VCV ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ വേണുഗോപാൽ. ആദ്യം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഓരോ വസ്ത്രങ്ങൾക്കും ഒരു കഥയുണ്ട്. ആഘോഷത്തോളം വളർന്ന സ്വപ്നങ്ങളുടെ കഥ. ബ്യൂട്ടി സിൽക്സ്. വാക്കുകൾ നിശബ്ദമാകുമ്പോൾ വസ്ത്രങ്ങൾ സംസാരിക്കട്ടെ. വടക്കാഞ്ചേരി ആറ്റത്ര മേഖലയിൽ തിങ്കളാഴ്ച രാത്രിയിലുണ്ടായ ശക്തമായ ഇടിമിന്നലിൽ 2 വീടുകൾക്ക് വലിയ തോതിൽ നാശനഷ്ടം. മിന്നലിന്റെ ആഘാതത്തിൽ പണിക്കത്ത് വിവിധ സുനീഷ്, മുരിങ്ങത്തേരി മണികണ്ഠൻ എന്നിവരുടെ വീടുകളിലെ ഇലക്ട്രിക് ഉപകരണങ്ങൾ പൂർണ്ണമായും കത്തിനശിക്കുകയും ഭിത്തികൾക്ക് വിള്ളൽ സംഭവിക്കുകയും ചെയ്തു. വാർഡ് മെമ്പർ ഫ്രിജോ വടക്കൂട്ട് സ്ഥലം സന്ദർശിച്ച് നാശനഷ്ടങ്ങൾ വിലയിരുത്തി. അർഹമായ നഷ്ടപരിഹാരം ലഭ്യമാക്കാൻ നടപടി സ്വീകരിക്കുമെന്ന് അദ്ദേഹം വീട്ടുകാർക്ക് ഉറപ്പു നൽകി. മുണ്ടൂർ സബ് രജിസ്ട്രാർ ഓഫീസിലും പോസ്റ്റ് ഓഫീസിലും കവർച്ചാശ്രമം. പൂട്ടുപൊളിച്ചാണ് കവർച്ചാശ്രമം നടന്നത്. രാവിലെ ജീവനക്കാർ എത്തിയപ്പോഴാണ് ഓഫീസുകൾ തുറന്ന നിലയിൽ കണ്ടതെങ്കിലും പണമോ പ്രധാന ഫയലുകളോ നഷ്ടപ്പെട്ടിട്ടില്ലെന്ന് പരിശോധനയിൽ വ്യക്തമായി. പേരാമംഗലം പോലീസ് സ്ഥലത്തെത്തി വിരലടയാള വിദഗ്ധരുടെയും ഡോഗ് സ്ക്വാഡിന്റെയും സഹായത്തോടെ അന്വേഷണം ആരംഭിച്ചു. ചെറുതുരുത്തി വള്ളത്തോൾ നഗർ പാതയിൽ സീബ്ര ലൈനുകൾ മാഞ്ഞുപോയത് കാൽനടയാത്രക്കാർക്ക് വലിയ അപകട ഭീഷണി ഉയർത്തുന്നു. കഴിഞ്ഞ ദിവസം വയോധികൻ വാഹനമിടിച്ച് മരിച്ച സംഭവം ഉൾപ്പെടെയുള്ള അപകടങ്ങൾക്ക് സീബ്ര ലൈനുകളുടെയും സിഗ്നലുകളുടെയും അഭാവമാണ് കാരണമെന്ന് നാട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്നു. അപകടങ്ങൾ ഒഴിവാക്കാൻ സീബ്ര ലൈനുകൾ അടിയന്തരമായി പുനഃസ്ഥാപിക്കണമെന്നും സിഗ്നൽ വിളക്കുകൾ പ്രവർത്തനക്ഷമമാക്കണമെന്നും കേരള പ്രവാസി സംഘം ആവശ്യപ്പെട്ടു. കേന്ദ്ര സർക്കാരിന്റെ ജനദ്രോഹപരമായ ഇന്ധന നയങ്ങൾക്കെതിരെ INTUC തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അക്കൗണ്ടന്റ് ജനറൽ ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച്. യുദ്ധത്തിന്റെ മറവിൽ ഇന്ധനക്ഷാമം സൃഷ്ടിച്ച് വില വർദ്ധിപ്പിക്കാനുള്ള നീക്കം സാധാരണക്കാരോടുള്ള വെല്ലുവിളിയാണെന്ന് മാർച്ച് ഉദ്ഘാടനം ചെയ്ത നേതാവ് സുന്ദരൻ കുന്നത്തുള്ളി ആരോപിച്ചു.